മൈ ഡിയർ മുത്തച്ഛൻ എന്ന ചിത്രത്തിൽ പ്രേക്ഷകപ്രിയ താരങ്ങളായ ശ്രീനിവാസൻ, ഇന്നസെന്റ്, ജയറാം, മമ്മൂക്കോയ എന്നിവരുടെ ചലച്ചിത്ര രസാനുഭവം സൂപ്പർ ഹിറ്റ് കോമഡി. അവിടെ ഒരാൾ വന്നു കരയോ പിഴിയൊക്കെ ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുക. എവിടെ? കുഞ്ഞിന്റെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്രയുടെ അടുത്ത്. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. മിസ്റ്റർ, ഇവിടെ മനസമാധാനം തരില്ലേ? ഇവിടെയും മനസമാധാനം തരില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ തനിക്ക് മനസമാധാനം തരാത്തവരാണെന്ന് തോന്നുമല്ലോ. എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു, ഞാൻ കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചോട്ടെ. അയ്യോ, ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ. ഇതേ ദേ ഈ കുട്ടികളുടെ സ്ഥല. ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സാറേ, ഇവിടെ അമ്പലം ദൈവമൊന്നുമില്ല. ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്തറയാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ആരാണ് അതറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ. പക്ഷെ എന്റെ ദൈവം ഇവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം. നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു. ഞങ്ങളുടെ ഡാഡി നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറയാത്ത എന്താ? പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല. അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ നിമിഷം അവിടെ ഇങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു. പക്ഷെ ചിറകറ്റ പറവയ്ക്ക് പറക്കാൻ എങ്ങനെയാവും? എയർ ഇന്ത്യ സമരം ഓട്ടെ, വരിക, നമസ്കരിക്കുക, പോവുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ. മോഹൻദാസുമായി എന്താണ് ബന്ധം? എന്തിന് ഞാനത് നിങ്ങളോട് പറയണം? നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. എന്തിന്? ഒരാകാംക്ഷ, അത്രമാത്രം. ഒരു പേരിൽ എന്തിരിക്കുന്നു? എങ്കിലും പറയാം. മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് എന്നാണ്. ഓ മൈ ഗോഡ്, നിങ്ങളാണോ ബാബുരാജ്? മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ? എന്നെ പോകാൻ അനുവദിക്കൂ. ഇനി നിങ്ങൾ ഒരാളെ മുന്നോട്ട് വെക്കാൻ പാടില്ല. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല. പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല. എന്തായാലും പിടിയിട്ട പുള്ളിയാ? പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ്. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ പിതൃതുല്യനായ മോഹൻദാസിന്റെ കുട്ടികളാണിവർ. നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ? നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകൂ. സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത എനിക്കങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഓക്കെ, അല്പസമയത്തേക്ക് മാത്രം. താങ്ക് യു, താങ്ക് യു. മോളെ, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല. എന്തൊക്കെയായാലും ഇവറ്റകൾ അന്യന്മാരല്ലേ? അന്യന്മാരെ കിടപ്പുമുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത്ര ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലേ? പിന്നെ ഒരു മര്യാദ വേണ്ടേ? വരിക, കാണുക, പോവുക, അത് ന്യായം. അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് പോകുന്നു വിചാരിച്ചു, പിന്നെ വൈകുന്നേരം പോകുന്നു വിചാരിച്ചു. ഇതിപ്പോ രാത്രി നേരെ എത്രയായി? ഇതെന്താ ഇവന്റെയൊക്കെ തറവാടാ? അയ്യേ. അതെ, എന്താ? മോഹൻദാസ് സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട്. 10-15 ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ. നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് ഈ പഴംപുരാണൊന്നും കേൾക്കണ്ട. കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. അങ്കിൾ, നീ മിണ്ടരുത്. എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പലതും മനസ്സിലായി. വലിയ വിശേഷമൊന്നും പറയണ്ട. മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ 4 അയലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. എനിക്കെല്ലാം അറിയാം. ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കാലുകുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മോഹൻദാസ് ഇയാളെ ഈ ഗേറ്റ് കടത്തില്ല. ആരും മോഹൻദാസാ? അല്ല, ഭഗവൽദാസ്. ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സകല പാരയും വെച്ച വിഷജീവിയല്ലോ താൻ. സൂക്ഷിച്ച് സംസാരിക്കണം. അങ്കിൾ പ്ലീസ്. മോള് വെറുതെ ഇരിക്കെ. സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? അവരുടെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു. നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് സമ്മതിച്ചു. അല്ലേ ശാന്തേ? അതെ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. ഇയാള് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവർ ഒളിച്ചോടി? അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പറഞ്ഞില്ലടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ. തനിക്കറിയോ, അന്ന് ചാലക്കുടി കോഴിക്കോട്ട് ഫാസ്റ്റ് പാസഞ്ചറിൽ 18 രൂപ 30 പൈസക്ക് ടിക്കറ്റ് വാങ്ങി രണ്ടുപേര് കയറ്റി വിട്ടു ഞാനാ. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. ആ സംഭവം ചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? അവന്റെ അമ്മാവനോ അളിയനോ?
ഞാനാണ് തനിക്ക് പിന്നീട് മനസ്സിലാകും. താൻ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തില്ലേടോ? എന്ത് ഹേബിയസ് കോർപ്പസ്. ആ ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മോളെ, ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ. എന്തിനാന്നറിയോ? അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വല്പ കേൾവി കുറവുണ്ടായിരുന്നു. ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്നാ. അതെങ്ങനെയാ? ഇതുപോലത്തെ വക്കീൽമാരല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളേന്ന് ആള് വരും. പോലീസ് സംരക്ഷണം ഹേബിയസ് കോർപ്പസ് ആയത്രേ. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചതെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നോണയായിട്ട് തോന്നും. മോഹൻദാസിനെ താൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതോ? തല്ലിച്ചതോ? ആ ആ ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. കേട്ടോ കേട്ടോ, മോഹൻദാസിനെ ഇയാൾ ഗുണ്ടകളെ അയച്ച് തല്ലിച്ചതച്ചു. നിക്ക് തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക്. തന്റെ ഭർത്താവ് ധീരനും ആണത്തുള്ളവനും ആയിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും, ഇല്ലേ? ആഗ്രഹിക്കും. അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധം തകരും. തകരും. ഞാൻ ഗുണ്ടകളെ അയച്ചു, മോഹൻദാസിനെ തല്ലാനല്ല, തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ. ശ്രീദേവി കാണുന്നത് എന്താ? മോഹൻദാസ് നെഞ്ചൂക്കുള്ള 5 തടിയന്മാരെ ഒറ്റയ്ക്കിടിക്കുന്നതാ. ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത്. ഇപ്പൊ തനിക്ക് വിശ്വാസം ഇല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? താൻ വിശ്വസിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. വക്കീലങ്ങളിൽ ഇവിടുന്ന് ഇറക്കി വിടാനോ? ശരി, ഇയാള് നാളെ പോയിക്കോട്ടെ. മറ്റവനാരാ? അവനെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാരിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തി പിടിച്ച് വെളി തള്ളണോ? തള്ളിക്കോ, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കടുത്തതായിരിക്കും. അവൻ ആരാ? ഈ വീടുമായിട്ട് അവൻ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട. ഞാൻ പോവുകയാണ്. മിസ്റ്റർ ബാബുരാജ്, എന്താണിത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. അനാഥ മന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ, തവളകളെ കീറിമുറിക്കുന്ന ബയോളജി ലാബുകളിൽ എന്നും എവിടെയും അന്യൻ. മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു. ഞാൻ പോകുന്നതാണ് നല്ലത്. നിൽക്കൂ മിസ്റ്റർ ബാബുരാജ്. മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് നൊന്താൽ ദാ അവിടെ നിന്ന് മോഹൻദാസിന്റെ ആത്മാവത് കാണും, ഞെട്ടും. ആ ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല. മിസ്റ്റർ ബാബുരാജ്, ഞാനാണ് പറയുന്നത്. നിങ്ങൾ പോകരുത്. വരൂ, വരൂ, വരാൻ. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. സ്ഥിരപ്പെടുത്താൻ വൈകിയെങ്കിൽ ഫാക്ടറി സർക്കാർ വീട് ആക്രമിക്കോ വിനുസേട്ടാ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട്. ഒന്നും പേടിക്കണ്ട, ഒക്കെ പുന്നൂസ് ഏറ്റു. മോനോത്ത് വയ്ക്കോ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ, ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. ഓന്റെ കാല് ഞാൻ പിടിച്ചോളാം. മോൻ ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പുന്നൂസേട്ടൻ മതിയെന്ന്. മുതലാളി മൂരാച്ചി, നിങ്ങളുടെ വാക്കും കീറച്ചാക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. നിർത്ത്. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ MD ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചെന്നാൽ പോരെ? ഹായ്, ഇയാള് വെയിറ്റ് ചെയ്യായിരുന്നു തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. ഓ, ഞാൻ പറയുന്നത് കേൾക്കൂ. മുമ്പത്തെ MD മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളി കേട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. മിസ്റ്റർ, ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്ക് എന്താ കാര്യം? ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്കേ, എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറ്. ആ നീട്ടില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരുമല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല.
എന്നാ അത് ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. എന്നാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പോകാം. സാക്ഷി പറയേണ്ടി വരും. വീടാക്രമിച്ച് കൊന്നുള്ള കുറ്റവും നമ്മുടെ തലയിൽ വരും. അവന്മാർ തല്ലിച്ചോട്ടെ, ഓടിക്കോ.